ഭർത്തൃവീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനമെന്ന് കണ്ണൂരിൽ 3 വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ്. എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നു എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കമൽരാജിനും മാതാവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണം എന്നാണ് റീമയുടെ കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വയലപ്ര സ്വദേശി റീമ 3 വയസ്സുള്ള മകനുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. ആത്മഹത്യക്ക് കാരണം ഭർത്തൃവീട്ടിലെ പീഡനമാണെന്ന ആദ്യഘട്ടത്തിൽ തന്നെ റീമയുടെ കുടുംബം ആരോപിച്ചിരുന്നു. അത് സാധൂകരിക്കുന്നതാണ് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ. വലിയ മാനസിക പീഡനം നേരിട്ടുവെന്നും ഭർത്തൃമാതാവിൻ്റെ വാക്കുകേട്ട് തന്നെയും മകനെയും കമൽരാജ് ഇറക്കിവിട്ടെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തൽ. കമൽരാജ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മകനെ വേണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഭീഷണി തെളിയിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളും കുടുംബം പോലീസിന് നൽകി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് റീമയുടെ പിതാവ് മോഹനൻ. അതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. കാരണം അതേ പീഡനം തന്നെയാണ് മോൾക്ക് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ മോൾക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക അവൻ കുട്ടീനെ എടുത്ത് കൊണ്ടുപോകുന്നില്ല. ആ ഒരു ഭീഷണി കേട്ടപ്പോഴുള്ള പെട്ടെന്ന് മെൻ്റൽ ഷോക്കായി. അവൾ കത്തിൽ പറഞ്ഞെടുക്കുന്നതെല്ലാം സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അസ്വാഭാവിക മരണത്തിനാണ് പഴയങ്ങാടി പോലീസ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പിൻ്റെയും റീമയുടെ ബന്ധുക്കളുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് സാധ്യത. 24 കണ്ണൂർ.